എവരിവൺ, വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി. തത്സമയം ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അഗ്നിപരീക്ഷയിൽ അങ്ങനെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ കൂടി നമ്മൾ കാണുകയുണ്ടായി. കുറച്ച് പേർക്ക് ഇൻഫിനിറ്റി പവർ കിട്ടുകയും മറ്റു ചിലർ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ എവിക്ഷനിലേക്ക് പോവുകയും ചെയ്തു. എല്ലാ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിലുണ്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തോളൂ, കൂടെ കൂടിക്കോളൂ. 4 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇന്ന് വീണ്ടും ഗെയിം സെഷൻസ് കൊടുക്കുകയുണ്ടായി. അതിൽ വിൻ ചെയ്തത് നമ്മുടെ അഖിൽമാരാരുടെ ടീമാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന കണ്ടസ്റ്റൻസിനെ നല്ല രീതി എന്ന് പറയാനും, അതല്ല അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും കുറച്ച് അഗ്രഷൻ കാണിക്കുന്നവരെ മോശം രീതിയിൽ അത് എടുത്തു പറയാനും ജഡ്ജസ് ഇന്നത്തെ എപ്പിസോഡിൽ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ ഷിജുവിന് 2ാമത്തെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുകയുണ്ടായി. ഒപ്പം ഷിൻജിത്തിനും രചനയ്ക്കും കൂടി ഇൻഫിനിറ്റി പവർ കിട്ടുന്ന പെൻഡന്റ് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ എവിക്ഷനിലേക്കും പോയി. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇന്ന് ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിയാസ് സലീമിന്റെ ടീമിനെ വിളിക്കുന്ന സമയത്ത് അങ്ങനെ റിയാസ് സലീമിന്റെ ടീം എന്നല്ല, ഇവിടെ ഏറ്റവും അലമ്പുണ്ടാക്കുന്ന ടീം എന്ന് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് രഞ്ജിനി ചേച്ചി പറയുണ്ടായി. രഞ്ജിനി ഹരിദാസ് അങ്ങനെ പറയാൻ പ്രത്യേക കാരണവും ഉണ്ട്. 2-3 ദിവസം കൊണ്ട് തന്നെ ഈ എപ്പിസോഡുകളിലൂടെ കുറച്ച് അഗ്രഷൻ, വയലൻസിലേക്ക് പോകുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടിയ കണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ പൂജ. വളരെ ടോക്കറ്റീവ് ആണ്, വളരെ കാലിബർ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് കേട്ടോ. ഒരു BB മെറ്റീരിയൽ എന്ന് തന്നെ പറയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് അഗ്നിപരീക്ഷയാണ്. അഗ്നിപരീക്ഷയിൽ ഗെയിമില് നമ്മൾ വിൻ ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ പേഴ്സണാലിറ്റി കൂടി നോക്കുന്നതുകൊണ്ട് ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെയുള്ള ഡിസിഷൻ അവർക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 2-3 തവണ താക്കീത് കൊടുത്തിട്ടും മാറ്റാത്തത് കൊണ്ട് അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അഖിൽമാരാണെങ്കിലും റിയാസ് സലീം ആണെങ്കിലും രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും. അതുകൊണ്ട് പൂജ ഉൾപ്പെട്ട ആ ടീമിനെ അലമ്പ് ടീം എന്ന് പറയുകയുണ്ടായി. ഈ അലമ്പ് ടീം എന്ന് വിളി വരാനും മാത്രമല്ല ഇവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ള കാരണങ്ങളൊക്കെ ഈ എപ്പിസോഡിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതായത് മറ്റ് മത്സരാർത്ഥികൾ ഗെയിം ചെയ്യുന്ന സമയത്ത് അവരൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെന്നാണ് പറഞ്ഞത്. പൂജയൊക്കെ ഇവിടെ നിന്നിട്ട് ഓരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പൂജ മാത്രമല്ല കേട്ടോ, നമ്മുടെ തോറ്റ പൂജ എന്ന് പറഞ്ഞ പോലെ ആ കുട്ടി മാത്രമല്ല, മറ്റേ പൂജയും 2ാമത്തെ ഒരു അവസരം കിട്ടിയ പൂജയും അവിടെ കമന്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ അഗ്രഷൻ നോട്ടീസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ പൂജയിലേക്കാണ്. അതായത് ഇപ്പോ പറയുന്ന തോറ്റ പൂജ എന്ന് പറയുന്ന കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള മിസ്റ്റീവിയസ് ആയിട്ട് മറ്റുള്ളവർ വിധി എഴുതുന്ന ആ പൂജയിലേക്കാണ് ലുക്ക് പെട്ടെന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അഖിൽ ചേട്ടനൊക്കെ ചോദിക്കേണ്ടത് പൂജ എന്താണ് പൂജയുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കേണ്ട ഒരു സാധ്യത വരുന്നുണ്ട്, ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ കുറച്ചധികം കുറുമ്പ് കാണിക്കുന്ന കുട്ടികൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് 4ാം ദിവസം ടീച്ചർ നോട്ടീസ് ചെയ്യല്ലോ, മറ്റു ടീച്ചേഴ്സൊക്കെ. അപ്പൊ അതുപോലെ അവിടെ ഒരു നോട്ടപ്പുള്ളിയായി പൂജ മാറുകയുണ്ടായി. മാത്രമല്ല പൂജയുടെ ഗ്രൂപ്പിൽ പോലും ആ ഒരു ടാസ്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു ആക്ട് ചെയ്തുകൊണ്ടാണ്, ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ആക്ടിലൊക്കെ ആക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടതെങ്കിലും അത് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച രീതി കുറച്ച് ക്രിഞ്ചായിട്ടോ, അത് നമ്മുടെ റിയാസിനെ അത് ഒന്ന് കളിയാക്കുന്ന പോലെയോ എന്താണ് ഉദ്ദേശിച്ചത്, ചിലപ്പോൾ അവരൊരു ആക്ട് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതെന്തായാലും നല്ല രീതിയിൽ ക്രിഞ്ചായിട്ടും താല്പര്യമില്ലായ്മയും മാത്രമാണ് റിയാസിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എടുത്തു പറയുകയും ചെയ്തു. രഞ്ജിനി ഹരിദാസ് അവരോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, പൂജ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ പൂജ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ടു യു, അല്ലെങ്കിൽ പൂജ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ലിസൺ ടു യു എന്ന് പറയുന്നുണ്ട്. പൂജ സംസാരിക്കുന്ന കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഇനി ആവശ്യമില്ല എന്ന് രഞ്ജിനി ചേച്ചി കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആ അലമ്പ് ടീമിലെ പൂജ വളരെ നല്ല രീതിയിൽ നോട്ട് ചെയ്യപ്പെട്ടു. അത് പൂജയുടെ ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമൻസിനെ, ഇനി മുന്നോട്ടുള്ള നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല ഗെയിംസിന്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ടും 4 സെഷൻസ് ആയിട്ടാണ് ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കുറച്ച് ക്യാച്ച് ആയിട്ടുണ്ടായിരുന്ന ഫുഡ് കഴിക്കുന്ന, ഭക്ഷണം കഴിച്ച് ഫിനിഷ് ചെയ്യുന്ന മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്തതിലാണ് ഷിജുവിന് 2ാമത്തെ പെൻഡന്റ് കിട്ടിയത്. അങ്ങനെ മറ്റ് കണ്ടസ്റ്റൻസിനും, ബാക്കി സേവ് ചെയ്യപ്പെട്ട മറ്റ് കണ്ടസ്റ്റൻസിനും, ഈ പെൻഡന്റ് കിട്ടിയ മറ്റ് കണ്ടസ്റ്റൻസിനും അവർ നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടാനിടയായത്. ഡേഞ്ചറസ് സോണിലേക്ക് പോവേണ്ടിയിരുന്ന താഷി, ഷിബിന, ഷെബീറ ഈ 3 കണ്ടസ്റ്റൻസും അഖിൽമാരാരുടെ ടീമിലായതുകൊണ്ട് മാത്രം, ആ ടീം വിൻ ചെയ്തതുകൊണ്ട് മാത്രം ഡേഞ്ചർ സോണിൽ നിന്ന് സേഫ് സോണിലേക്ക് മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ ഷിജു, രചന, ഷിൻജിത്ത് എന്നിവർക്കൊപ്പം നമ്മുടെ പ്രവീൺ മോഹനും ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടോ. രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. എവിക്ഷനിലാണെങ്കിലും കുറച്ച് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ അമൽ എവിക്റ്റ് ആയിട്ടോ. അമല് എപ്പിസോഡിൽ വളരെ നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് നിന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ എപ്പിസോഡ് പ്രത്യേകിച്ച് കാണിക്കുകയുണ്ടായിരുന്നു. അമലിന്റെ ഒരു ബോഡി ഷോ ഒക്കെ അവിടെ കാണിച്ചു. പക്ഷെ പെട്ടെന്നാണ് അമലിന്റെ എവിക്ഷൻ. നമ്മളും പ്രതീക്ഷിച്ചില്ല. അമൽ എവിക്റ്റഡ് എന്ന് പറഞ്ഞ സമയത്ത് ആരോടും ഒരു യാത്ര പോലും പറയാതെ നമ്മളൊരു ബിഗ് ബോസിന്റെ എവിക്ഷൻ എപ്പിസോഡ് കാണുന്ന ഒരു പ്രതീതിയായിരുന്നു. അമലിന്റെ മുഖം കണ്ടപ്പോൾ പാവം തോന്നിട്ടോ. അമൽ എവിക്ഷനിൽ ആരോടും യാത്ര പറയാതെ വിട വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അമലിനോടൊപ്പം തന്നെ നമ്മുടെ RJ അനഘ
അനഘയ്ക്കും ഭയങ്കര വിഷമമായിട്ടുണ്ട്. ക്ലബ് എഫ് എമ്മിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനഘ പോയത്. അനഘയ്ക്കൊപ്പം നമ്മുടെ ആസിയ എവിക്റ്റായി വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. തുടക്കത്തിലെ ആസിയെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്ന കണ്ടസ്റ്റന്റിന്റെ വോയിസ് താന്നുപോയി. അതായത് ഒരു പ്രസൻസ്, അനഘയുടെ ഒരു സാന്നിധ്യം പിന്നീട് കണ്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ആസിയയുടെ ഒരു സാന്നിധ്യം പിന്നീട് കണ്ടില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ടാണ് ജഡ്ജസ് ആസിയയുടെ എവിക്ഷനെ വിലയിരുത്തിയത്. മാത്രമല്ല, 4ാമത് കണ്ടസ്റ്റന്റ് നമ്മൾ പ്രതീക്ഷിച്ച കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വളരെ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്രാവശ്യം അഗ്നിപരീക്ഷ ആയതുകൊണ്ട് പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും ഈ കണ്ടസ്റ്റന്റ് നമ്മുടെ പൂജ ആക്റ്റീവ് ആണ്, വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഇടപെടാൻ കേപ്പബിലിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് പോലും അഗ്രഷൻ വയലൻസിലേക്ക് മാറിയത് കൊണ്ട് മാത്രം പൂജ എവിക്റ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പൂജയ്ക്ക് അവസാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പൂജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പൂജ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ എപ്പിസോഡ് മിസ്സാക്കാതെ കാണണം. അത്രയും നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത പല കണ്ടസ്റ്റൻസും എവിക്റ്റ് ആയപ്പോൾ വളരെ പ്രതീക്ഷ തരുന്ന കാര്യങ്ങളാണ്. മുന്നോട്ട് ഇനി നമുക്ക് നല്ല പെർഫോമൻസ് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ശ്യാമിനെ ഉൾപ്പെടെയുള്ളവരെ സേവ് ചെയ്യുണ്ടായി നമ്മുടെ ജഡ്ജസ്. അപ്പോൾ പുതിയ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും മറക്കാതെ കാണുക. തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകളുടെ വിശകലനവുമായിട്ട് തത്സമയം ശാലയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് വിജയ് ശാലിനി സൈനിങ് ഓഫ് ഗൈസ്.